പ്രൈസലോടെ ഇന്ന് നാം നോക്കാൻ പോകുന്നത് ജലസ്നാനം എന്താണ്. ബൈബിളിൽ തിരുവഴുത്തിൽ കാണുന്ന 7 സ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൈസലോടെ തിരുവചനത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള 7 വിധ സ്നാനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കർത്താവിൻ്റെ ഓർമ്മയ്ക്കും ലോകത്തിനും സാക്ഷ്യമായി അനുഷ്ഠിക്കേണ്ട 2 കാര്യങ്ങളാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവ സ്നാനവും തിരുവത്താഴവുമാണ്. വിശ്വാസികൾ ചെയ്യേണ്ടതായി നൽകപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് സ്നാനം. സ്നാനത്തിൻ്റെ ആവശ്യകത കർത്താവ് തന്നെ പഠിപ്പിക്കുകയും മത്തായി 3:13-15 മാത്രമല്ല താൻ സ്നാനം ഏൽക്കുകയും ചെയ്തു. യോഹന്നാൻ 4:1-2. മാനസാന്തരത്തെ തുടർന്നൊരു വിശ്വാസി ഉടനെ സ്വീകരിക്കേണ്ടതും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ഏകീകരിക്കേണ്ടതും അനിവാര്യമായ ഘടകമാണ് ജലസ്നാനം. മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ അവർ സ്നാനപ്പെടണമെന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരുവെഴുത്ത് തെളിയിക്കുന്നത് തന്നെയാണ്. തിരുവചനത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള 7 വിധ സ്നാനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സ്നാനം എന്നതിനെ മൂലഭാഷയിൽ ബാപ്റ്റിസൈ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുക്കുക, മുഴുകുക എന്നൊക്കെയാണ് ഈ പദത്തിനർത്ഥം. മുഴുസ്നാനം ആകയാൽ വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനം ഏൽക്കേണ്ടത്. വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം മുഴുസ്നാനം. കർത്താവ് യോർദാനിൽ പോയി മുഴുസ്നാനമാണ് ഏറ്റത്. അതേപോലെ നാമും മുഴുസ്നാനം ഏൽക്കണമെന്നാണ് തിരുവെഴുത്തിൻ്റെ കൽപ്പന. 7 വിധ സ്നാനങ്ങൾ താഴെ പറയുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1. പെട്ടക സ്നാനം. 1 പത്രോസ് 3:20-21. ഭൂമി ദൈവം മുമ്പാകെ അതിക്രമം കൊണ്ട് വഷളായപ്പോൾ ഒരു ജലപ്രളയം ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം നിശ്ചയിച്ചു. എന്നാൽ ഈ തലമുറയിൽ നീതിമാനായി ജീവിച്ച നോഹയും കുടുംബവും ഒരു പെട്ടകത്തിലാക്കി ജലപ്രളയത്തിൻ്റെ നടുവിൽ ദൈവം സംരക്ഷിച്ചു. ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ വെള്ളം കയറാതെ ഒരു ഉണങ്ങിയ നിലയം വേർതിരിച്ച് നോഹയുടെ കുടുംബത്തെ അവിടെ സംരക്ഷിക്കാമായിരുന്നു കർത്താവിന്. എന്നാൽ ദൈവത്തിന് കഴിയുമായിരുന്നു. എന്നാൽ വെള്ളത്തിലൂടെ തന്നെ പെട്ടകത്തിനുള്ളിലിരുന്ന് ദൈവിക സംരക്ഷണം അനുഭവിക്കണം എന്നതായിരുന്നു ദൈവിക നിർണയം. അങ്ങനെ ഇത് ക്രിസ്തീയ സ്നാനത്തിന് ഒരു മുൻകുറി ആയിരുന്നുവെന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. 1 പത്രോസ് 3:20-21. 2. ചെങ്കടൽ സ്നാനം. ചെങ്കടൽ സ്നാനം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൈസ്തലോടെ 1 കൊരിന്ത്യർ 10:13. സുദീർഘ വർഷങ്ങളായി മിസ്രയീമിൽ പ്രവാസികളായിരുന്ന ഇസ്രയേലിനെ പെസഹ കുഞ്ഞാടിൻ്റെ രക്തച്ചൊരിച്ചിൽ മൂലം വിമോചിപ്പിച്ചു വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാൻ ദൈവം ക്രമീകരണം ചെയ്തു. അങ്ങനെ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ജനത്തിന് ഫെലിസ്ത്യ ദേശത്ത് കൂടിയുള്ള വഴി എളുപ്പമായിരുന്നു. എങ്കിലും ചെങ്കടലിൽ കൂടി കടത്തി ജനത്തെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുക എന്നായിരുന്നു ദൈവിക പദ്ധതി, അല്ലെങ്കിൽ ദൈവിക നീതി, ദൈവിക തീരുമാനമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചെങ്കടൽ കടന്നതോടുകൂടി അവർ മോശയോടുകൂടി കൂടുതൽ പറ്റിച്ചേർന്ന് ജനത്തിന് മിസ്രയീമുമായുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടതിന് ഈ ചെങ്കടൽ യാത്ര അനിവാര്യമായിരുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് യേശുക്രിസ്തു ആകുന്നു. 1 കൊരിന്ത്യർ 5:7. അങ്ങനെ ചെങ്കടൽ കടന്ന അനുഭവം ജലസ്ഥാനത്തിന് നിഴലായിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 10:1-3 വരെയുള്ള ഭാഗത്തെ പ്രസ്താവിച്ചിരിക്കുന്നു. 3. യോഹന്നാൻ്റെ സ്നാനം. യോഹന്നാൻ്റെ സ്നാനം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രിയരെ. പ്രൈസ്തലോടെ മത്തായി 3:6-7. ക്രിസ്തുവിനെ മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ യഹൂദിയ മരുഭൂമിയിൽ സുവിശേഷം അറിയിച്ച് ശ്രോതാക്കളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചായതിനാൽ ഇതിനെ മാനസാന്തര സ്നാനമെന്നറിയപ്പെട്ടിരുന്നു. മത്തായി 3:21-25. യോഹന്നാൻ 1:22. മർക്കോസ് 11:1-30. ലൂക്കോസ് 7:29. അപ്പോസ്തല പ്രവൃത്തി 18:26-19-3. ഭൂമിയിൽ ആദ്യമായി സ്നാന ശുശ്രൂഷ നടത്തിയ ആൾ സ്നാപകൻ ആയിരുന്നു. അതിനാൽ ദൈവം തന്നെ നിയോഗിച്ചയച്ചതാണ്. യോഹന്നാൻ 1:33. എന്നാൽ യോഹന്നാൻ നടത്തിയ സ്നാന ശുശ്രൂഷയെ നിരാകരിച്ചവരെ പറ്റി പരീശന്മാരും ശാസ്ത്രിമാരും വളരെയധികം ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അവർ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി. ലൂക്കോസ് 7:30. കൂടാതെ തൻ്റെ പിന്നാലെ വരുവാൻ പോകുന്ന മശിഹയെപ്പറ്റിയും മശിഹയുടെ മരണ പുനരുദ്ധാനങ്ങളെപ്പറ്റിയും സൂചന നൽകുകയായിരുന്നു യോഹന്നാൻ. ഈ സ്നാന ശുശ്രൂഷകളിലൂടെ അപ്പോസ്തല പ്രവൃത്തി 19:4
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ ചെയ്ത സ്നാനവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. 4. യേശുക്രിസ്തുവിൻ്റെ സ്നാനം. മത്തായി 3:13-17. തിരുവഴുത്തിൽ കാണുന്ന മറ്റെല്ലാ സ്നാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നാനമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിഷ്കളങ്കമായ ദൈവകുഞ്ഞാട് ഒരു പാവിയെന്ന പോലെ തൻ്റെ സൃഷ്ടിയായ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു ഗലീലയിൽ നിന്നും യോർദാൻ വരെ 70ഓളം മൈലുകൾ കാൽനടയായി നടന്നു വന്ന് ദൈവനീതി നിവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും മാതൃക കാട്ടിത്തരുവാനുമായി 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനമേറ്റു. മാനവജാതിയുടെ പാപപരിഹാരത്തിനായി മരിപ്പാനും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പാനും താൻ തയ്യാറായിരിക്കുന്നുവെന്ന് സമ്മതിക്കുകയായിരുന്നു ഈ സ്നാനം മൂലം താൻ ചെയ്തത്. അങ്ങനെ താൻ ദൈവത്തിൻ്റെ ആലോചനയെ വൃഥാവാക്കാതെ ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 5. കാൽവറിയിലെ സ്നാനം. ലൂക്കോസ് 12:50. എങ്കിലും എനിക്ക് ഒരു സ്നാനമേൽക്കുവാനുണ്ട്, അത് കഴിയുമ്പോഴും ഞാൻ എത്ര ഞരങ്ങുന്നു. ലൂക്കോസ് 12:50. നമ്മുടെ കർത്താവ് അനുഭവിക്കേണ്ടി വന്ന കഷ്ടാനുഭവങ്ങളെയാണ് ഇവിടെ സ്നാനം എന്ന പദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. സങ്കീർത്തനക്കാരൻ 69:1-2 എന്ന ദാവീദ് പ്രവചനാത്മാവിൽ പാടിയത് ദാവീദ് പുത്രനായ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു. 6. ക്രിസ്തീയ സ്നാനം. മത്തായി 28:18 മത്തായി 28:18 മുതൽ 20 വരെ. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുവാൻ സകല വിശ്വാസികളും തങ്ങളുടെ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞ ശേഷം ജലത്തിൽ നിമഞ്ജന സ്നാനം ഏൽക്കേണ്ടതാണ്. ഇതാണ് ക്രിസ്തീയ സ്നാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഈ സ്നാനം ഏൽക്കേണ്ടത്. മത്തായി 28:18-20 വരെ സ്നാനപ്പെടുത്തുന്നവർക്കുള്ള നിർദ്ദേശവും മർക്കോസ് 16:16 സ്നാനപ്പെടുവാനുള്ള നിർദ്ദേശവും കാണുന്നത്. 7. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മത്തായി 3:11-12. അപ്പോസ്തല പ്രവൃത്തി 11:16. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭയ്ക്കുള്ള ദൈവിക അനുഗ്രഹങ്ങളും അംഗീകാരവുമാണ് പരിശുദ്ധാത്മ സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 2:38. ഓരോ വിശ്വാസിയും കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു വിശിഷ്ട അനുഭവമാണിത്. സ്വയം ആത്മീക വികസനത്തിന് ഉതകുന്ന അന്യഭാഷ ഭാഷണം, സഭയുടെ ആത്മീക വർധന വേണ്ടിയുള്ള വിവിധ കൃപാവരങ്ങൾ, ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീക ശക്തിയുടെ വ്യാപാരം എന്നിവയെല്ലാം പരിശുദ്ധാത്മാവ് സ്നാനത്തോടുകൂടി ബന്ധപ്പെട്ട സംഗതികളാണ്. അങ്ങനെ ക്രിസ്തീയ സ്നാനം നിലവിൽ വരുന്നതിന് മുന്നമേ അതിന് നിഴലുകളായി ഉണ്ടായിരുന്നത് 3 വിധ സ്നാനമായിരുന്നു. പെട്ടക സ്നാനം, ചെങ്കടൽ സ്നാനം, യോഹന്നാൻ്റെ സ്നാനം. ഇതിൽ പെട്ടക സ്നാനം ക്രിസ്തീയ സ്നാനത്തിൻ്റെ ഒരു മുന്നറിയിപ്പായും അല്ലെങ്കിൽ ആലോചനയായും, ചെങ്കടൽ സ്നാനം ഒരു ധാരണയായും, യോഹന്നാൻ്റെ സ്നാനം അതിൻ്റെ സ്ഥിരീകരണമായും ചിത്രീകരിക്കാവുന്നതാണ്. സ്നാനത്തിൻ്റെ മൂലഭാഷകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. പഴയ നിയമ പുസ്തകങ്ങളുടെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ ടാബൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ മുത്തുക, താഴ്ത്തുക എന്നൊക്കെയാണ് ഇതിനർത്ഥം. എന്നാൽ പുതിയ നിയമ പുസ്തകങ്ങളുടെ മൂലഭാഷയായ ഗ്രീക്കിൽ ബാപ്പിസ്റ്റോ എന്ന പദം മേൽപ്പറഞ്ഞ അതേ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ബാപ്പിറ്റോ എന്ന ഗ്രീക്ക് ധാതുവിൽ നിന്നാണ് സ്നാനത്തിന് ഉപയോഗിച്ചിരുന്ന ബാപ്പിസ്റ്റോ എന്ന വാക്ക് ഉണ്ടായത്. ബാപ്പിസ്റ്റോമോസ് എന്നീ പദങ്ങൾ ഉണ്ടായത് മാത്രമല്ല, അരാമ്യ സുറിയാനി ഭാഷയിൽ മാമോദീസ എന്ന പദമാണ് സ്നാനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥം നിമഞ്ജനം എന്നതാണ്. എന്നാൽ ബാപ്പിറ്റ്സോ എന്ന ഗ്രീക്ക് പദത്തിന് ദ്രാവകത്തിൽ മുക്കുക, താഴ്ത്തുക എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത്. ആകയാൽ വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനമേൽക്കേണ്ടത്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സ്നാനം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത് അത് നിമഞ്ജനമാണെന്നും മതപരമായ ചടങ്ങാണെന്നും മനസ്സിലാക്കാവുന്നതാണ്. സ്നാനത്തെക്കുറിച്ച് നമ്മൾ 7 കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാൻ കഴിഞ്ഞു.
7 കാര്യം. ജലസ്നാനം ക്രിസ്തീയ മാർഗത്തിന് മുമ്പെയുള്ള സ്നാനമാണ്. ജലസ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ മാർഗത്തിൽ വരുന്നതിന് മുമ്പേ മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ദൈവകൃപയിൽ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ആളിനാണ് സ്നാനം കൊടുക്കുക എന്ന് പറയുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും തിരുവെഴുത്ത് പറയുന്നുണ്ട് സ്നാനപ്പെടുത്തുക എന്നത്, അല്ലെങ്കിൽ സ്നാനം മുക്കുക എന്നൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തലോടെ സ്നാന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും നടത്താം എന്നുള്ളതാണ് തിരുവെഴുത്ത് പറയുന്നത്. ഉദാഹരണം, നദിക്കരയിൽ മത്തായി 3:13-7. യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ യോഹന്നാൻ 3:22-23. ശാലേമിനരികത്തുള്ള ഐനോനിൽ അവിടെ ധാരാളം വെള്ളമുണ്ടായിരുന്നു. മാത്രമല്ല ചില സമയത്ത് ഒരു കെട്ടിടത്തിലോ വ്യക്തമാക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പോലും സ്നാന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ലുദിയയുടെ സ്നാനം, അപ്പോസ്തല പ്രവൃത്തി 16:13. കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബവും മന്ത്രവാദിയായ ശീമോൻ, ഇവരൊക്കെ സ്നാനം എവിടെ വേണമെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെള്ളമുള്ളിടത്ത് മുങ്ങി സ്നാനപ്പെടുക എന്നതാണ് ദൈവിക ദൗത്യം, ദൈവികമാണ് അല്ലെങ്കിൽ വിളംബരം, ദൈവികമാണ് ആലോചന. അങ്ങനെ ഒരു മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുക എന്നാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൗത്യം. തിരുവചനത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ഏത് ജാതിയായാലും വിശ്വാസത്തോടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ടിട്ട് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ നാം സ്നാനം നടത്തി കൊടുക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലന്മാർ ചെയ്ത അനേക സ്നാനത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം നമുക്ക് പിന്നെ പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.